നമസ്കാരം. നമ്മുടെ ലോകത്തിൽ നടന്ന് അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങളെയൊക്കെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ, അവരുടെ അവസാനം ഇതൊക്കെ ചരിത്രത്തിൽ പരിധിയ സമയത്ത് ഞാൻ 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരുന്നത്, ഈ ചരിത്രങ്ങൾ മുഴുവൻ പരതിയപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ തോന്നിയത്, നരേന്ദ്രമോദി വീഴുന്നു. എല്ലാം അങ്ങനെയാണ്. എല്ലാം കെട്ടിപ്പൊക്കിയതെല്ലാം വീണേ മതിയാകും. റോമിലെ ചക്രവർത്തിമാരൊക്കെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളാണ് ദൈവം, ചക്രവർത്തിമാരാണ് ദൈവം എന്നൊക്കെ അവിടുത്തെ റോമിലെ ജനങ്ങൾ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് അവൻ പറഞ്ഞു നടന്നിരുന്നത്. ഫറവോൻ ദൈവം, സർവാധികാരിയക്കാർ എന്ത് പ്രപഞ്ചത്തിൻ്റെ. അവസാനം എന്തായി? ഉപ്പിലിട്ടു. 12,000 കൊല്ലം ഉപ്പിലിട്ട് വെച്ചു ഫറവോനെ. അതും ചരിത്രമാണ്. ഇപ്പോഴും കാണാൻ വേണ്ടി അവിടെ കെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ എവിടെയോ പോയാൽ കാണാം. ഹിറ്റ്ലറുടെ സ്ഥിതി, പോൾപോട്ടിൻ്റെ സ്ഥിതി, സ്റ്റാലിൻ്റെ സ്ഥിതി, മുസോളിനിയെ ഒരു മാട്ടുകട ഇറച്ചിവെട്ട് കടയിൽ കെട്ടി തൂക്കുകയാണ് ചെയ്തത് തലകീഴായിട്ട്. ഇതിൽ നിന്ന് അപ്പുറമൊന്നുമല്ല ഈ നരേന്ദ്രമോദി RSSൻ്റെ പ്രധാനമന്ത്രിയല്ലെന്ന് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആര് വോട്ട് ചെയ്തു എന്നുള്ളതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴാദികൾക്ക് കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം RSS, സംഘപരിവാർ, ഞാനൊരു അശുവാണ്, ഒരു കൃഷനാണ്, അല്പനാണ്, ഓക്കെ. പക്ഷേ എനിക്കും എൻ്റേതായിട്ട് വികാര വിചാരങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട്, ഒരു ഫോണും വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചൊറിച്ചിലും മാന്തലയ്ക്കും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ സംഘപരിവാറിൻ്റെ മേലെ ഒരു കൊതുകടിച്ചാലും നമുക്ക് ഉറക്കം നഷ്ടപ്പെടുമല്ലോ, അത് നമുക്ക് അലോസരം ഉണ്ടാക്കുമല്ലോ, അത് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമല്ല, അതെൻ്റെ വ്യക്തിപരമായിട്ട് ചില ഗ്രഡ്ജാണ്. ഇന്നിപ്പം ഈ കുട്ടികളെല്ലാവരും കൂടി രംഗത്തിറങ്ങിയ സമയത്ത് അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി, അതങ്ങനെയാണ്. അവസാനിക്കാൻ പോകുന്ന സമയത്ത് ആ അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ആരാണോ അവസാനിക്കാൻ പോണത് അയാൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന പറയുക. തുടക്കത്തിലെ നമ്മൾ കണ്ടതാണ് മഹാത്മജിയെ പോലുള്ള ആളുകളെ, ഇവരുടെ ആളുകൾ വെടിവെച്ച് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബലൂൺ പോലെ ചുവന്ന മഷിയൊക്കെ നിറച്ച് പ്രതീകാത്മകമായിട്ട് ഒന്നുകൂടി വെടിവെച്ച്. ഇതൊന്നും തടയാൻ, ആ ഒരു സന്യാസിനിയാണ്, അതൊന്നും തടയാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ഇതിൻ്റെ ആൾക്കാരാണ്. ഇതൊക്കെ നമ്മളുടെ നൈൽ നദിയുണ്ട്. നൈൽ നദി പല രാജ്യങ്ങൾ, ഈജിപ്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക, പല രാജ്യങ്ങളുടെ ഒഴുകി വരുന്നതാണ്. അതിൻ്റെ തല, നൈൽ തുടങ്ങുന്നിടത്ത് ഒരു പ്രതിമയുണ്ട്. ആ നൈലിനെ നോക്കിയിട്ട്, അത് മഹാത്മജിയുടെ പ്രതിമയാണ്. ഒബാമ ഇന്ത്യയിൽ വന്ന സമയത്ത് മക്കളെയും കൊണ്ട് പോയത് അദ്ദേഹം അന്ത്യമായിട്ട് ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ്. എന്നിട്ട് ആ ചരിത്രം അവിടെ പറഞ്ഞു കൊടുക്കുക. നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു രാഷ്ട്രപിതാവ്, ലോകപിതാവ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ, അദ്ദേഹത്തെ അവഹേളിക്കാവുന്നിടത്തോളം മുഴുവൻ അവഹേളിച്ചിട്ടുണ്ട്. നെഹ്റുവിനെ അവഹേളിക്കാവുന്ന മുഴുവൻ അവഹേളിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വക്താക്കളെ മുഴുവൻ നിങ്ങൾ പുകഴ്ത്തിക്കോളൂ, അതിന് വൈറ്റ് വാഷ് ചെയ്തോളൂ. എന്തിനാ അവരെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നൊരു ചോദ്യമില്ലേ? ഇതാണ് നശിക്കാൻ പോകുന്ന സമയത്ത് അതിനുള്ള വകുപ്പുകളൊക്കെ അവരവരുണ്ടാക്കി കൊടുക്കും. നിലപാടുകൾക്കാണ് പ്രാധാന്യം.
ഞാൻ വീണ്ടും ആരെയും കുത്തി നോവിക്കാൻ വേണ്ടി പറയല്ല. എൻ്റെ സങ്കടങ്ങൾ പലപ്പോഴും കോപമായിട്ട് വരുന്നതും ആ കോപം ഭ്രാന്തായിട്ട് മാറുന്നതും ഒരേ ഒരു കാരണവശാലാണ്. RSSന് ചുവപ്പ് പരവതാനി വിരിക്കുക. ദക്ഷിണേന്ത്യയിലേക്ക് അവർ കടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കേരളമാണ്. 3 ചീഞ്ഞേപ്പിക്കാർ അവിടെ കയറിപ്പറ്റിയതൊന്നും അതൊന്നൊരു പ്രശ്നമൊന്നുമല്ല. അത് കേരളത്തിൻ്റെ ഒരു കയ്യബദ്ധം മാത്രമാണ്. ഇത് നടക്കില്ല, ഇനി അത് സംഭവിക്കില്ല. ഇപ്പം തന്നെ കണ്ടല്ലോ, തൃശ്ശൂരിലുള്ള ഒരു സെക്രട്ടറി, BJPയുടെ സെക്രട്ടറിയെ കണ്ടാൽ ഗുണ്ടയാണവൻ. ഗുണ്ടകളെ പിടിച്ച് വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അയാൾ ഇറങ്ങിപ്പോയപ്പോൾ അയാൾ വീണ്ടും ഗുണ്ടായുസം എടുത്തു. അങ്ങാടി തൊട്ട് അമ്മയോട് പറഞ്ഞ പോലെ ഇപ്പോൾ ഗുണ്ടായുസം ഗുണ്ടകളോടാണ് ഗുണ്ടായുസം. RSSകാരുടെ ഗുണ്ടായുസമുള്ള കാര്യം വിളിച്ചു പറഞ്ഞു. എത്ര 40 എത്ര കോടി രൂപ, 400 കോടി രൂപയോ മറ്റോ ചാക്കും കിട്ടലായിട്ട് കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ ഇതെടുത്ത് വിതരണം ചെയ്യുക കേരളത്തിൽ നടക്കാത്ത കാര്യമാണ്. എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ വോട്ടറാണെങ്കിൽ എനിക്കൊരാൾ കൊണ്ടുവന്നേരം ഒരു 5000 രൂപ സ്വാമി കയ്യിൽ വെച്ചോളാം. കയ്യിൽ വെച്ചോളാം. BJP വോട്ട് ചെയ്യണം കേട്ടോ, വോട്ട് ചെയ്യാമെന്നും പറയും. 5000 രൂപയിൽ എന്തിനാണ് നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നത്? പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിലെ ഭാര്യ, ഒരു വീട്ടിലെ ഭർത്താവ്, രണ്ട് ചിന്താഗതിയായിരിക്കും അവർക്ക്, രാഷ്ട്രീയ ചിന്താഗതി. അതാണ് കേരളം. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അതിൽ ചില സത്യങ്ങൾ വിശേഷിക്കുന്നുണ്ട്. കോക്രോച്ച് ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടൊന്നുമല്ല, വലിയ പബ്ലിസിറ്റി നടത്തിയിട്ടല്ല, ഒരു മൊബൈലും വെച്ചൊരു പരിപാടി. ശരിയാണ്, ഒരു ജഡ്ജിയോടെ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ പാറ്റകൾ തന്നെയാണ്, ഒന്നിനും കൊള്ളാത്ത പാറ്റകളാണ് ഞങ്ങൾ. ആർക്കും വേണ്ടാത്ത എല്ലാവരും പാറ്റകളായിട്ട് വളർത്താറുണ്ടോ? എല്ലാവരും വിഷമടിച്ചിട്ട് കളയുക ചെയ്യുക. അങ്ങനെ ഉള്ള സാധനങ്ങളാണ് ഇന്ത്യയിൽ ജോലിയില്ലാതെ തേരാപാരം നടക്കുന്ന വീട്ടുകൾ കോക്രോച്ചുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആണ്, ഞങ്ങൾ കോക്രോച്ചുകളാണ്, ഞങ്ങളിതാ താമസിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു മൊബൈലിൽ ഒരു പ്രസ്താവന. അതാണ് തീ പിടിച്ചത്. എന്താ തീ പിടിക്കാൻ കാരണം? ഇന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവുണ്ട്, ദീപക്കോ മറ്റോ. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ മുഖമൊന്നും കണ്ടാൽ ആരും തിരിച്ചറിയില്ലെപ്പോഴും. എന്നിട്ടും ഇത്രമാത്രം ജനസമ്മതി അതിനുണ്ടായത്, അല്ലെങ്കിൽ പിന്തുണയുണ്ടായത് എന്തുകൊണ്ടാണ്? മടുത്തു നരേന്ദ്രമോദിയെ മടുത്തു. തന്നെ നരേന്ദ്രമോദിയെ മടുത്തു, അമിത്ഷായെ മടുത്തു, RSSനെ മടുത്തു, സംഘപരിവാർ സംഘടനകളെ മടുത്തു, അവരുടെ അഹങ്കാരത്തെ ജനങ്ങൾ മടുത്തു. ആയതുകൊണ്ട് തന്നെ അതിനെ ഒപ്പോസിറ്റ് ചെയ്യാൻ, അതിൻ്റെ മേലെ വിരൽ ചൂണ്ടാൻ ഒരാളുണ്ടായ സമയത്ത് അതിൻ്റെ ഒപ്പം ആൾക്കാരങ്ങോട്ട് ഇടിച്ചു കയറി. അതുണ്ടായത്. CJP നയപ്രഖ്യാപനം നടത്തിയിട്ടില്ല. അവരിത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കുട്ടികളുടെ പരീക്ഷ പേപ്പർ ചവറ് വിലയ്ക്ക് അതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ് BJP ഭരണകാലഘട്ടത്തിൽ. കൊള്ള, പേപ്പറിലെ ചോദ്യോത്തരങ്ങൾ കൊടുക്കുക, എന്നിട്ട് പൈസ വാങ്ങിക്കുക. അതിന് എതിരായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഒരു പ്രധാനമല്ല, അവർക്ക് പ്രധാനമാണ് പ്രധാനം. ധർമ്മേന്ദ്ര പ്രധാൻ. കുട്ടികൾ പ്രധാനമല്ല. എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു? അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ രാഷ്ട്രീയ കക്ഷിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 19 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അത് നോക്കുമ്പോൾ, ആ വയസ്സ് നോക്കുമ്പോൾ ഇതൊരു പുതിയ രാഷ്ട്രീയ കക്ഷിയാണല്ലോ. അതിന് വലിയ സാമ്പത്തിക അടിത്തറയുണ്ടാക്കുക, അതുകൊണ്ട് കൊള്ളയടിച്ചോട്ടെ. രാഷ്ട്രീയ പാർട്ടികളെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തേക്കും പോക്കറ്റിൽ കയറിയിട്ട് വരും, അതായിക്കോട്ടെ, അവരൊരു സിസ്റ്റമാണത്. പക്ഷേ അമ്പലക്കൊള്ള നടത്തിയത് ശരിയായില്ല, ക്ഷേത്രക്കൊള്ള നടത്തിയത് ശരിയായില്ല. ആരാ ക്ഷേത്രക്കൊള്ള നടത്തിയത്? ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള 10 ലക്ഷം രൂപയും ഒരു 25 പവൻ്റെ മാലയും ആരോ ഓട് പൊളിച്ച് കട്ടെടുത്തുകൊണ്ടുപോയ പോലീസ് അത് ഓക്കെ പറയാൻ ആളെ പിടിക്കാൻ നടക്കും. പക്ഷെ അവർ പറയാണ് ഞങ്ങളുടെ അവിടെ മറ്റേ കളവ് തുടങ്ങിയിട്ട് 2025 കളവ് തുടങ്ങിയ സാറേ, പിന്നെ എല്ലാ മാസവും ഒരേ മാല വെച്ച് പോകുന്നു. പോലീസുകാർക്ക് അപ്പം മനസ്സിലാവും അതിനകത്ത് തന്നെ ആൾ. അപ്പം ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി നടക്കുമ്പോഴേ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറയിൽ ആരാ?
ഇവരൊക്കെ തന്നെ ഫണ്ട് മറ്റേ ഇപ്പോൾ ഇവിടേക്ക് കണ്ടില്ലേ, ചാക്കിനകത്താണ് പൈസ കൊടുത്തയക്കുന്നത്. എവിടെ നിന്നാണ് ഇത്രയും പൈസ? ഇതൊക്കെ തന്നെയാണ് ഈ മറ്റേ അമ്പലക്കൊള്ളയിൽ നടത്തേണ്ട പൈസ. വലിയ വലിയ പണക്കാരുടെ നിന്ന്. അതുകൊണ്ട് ഇവരുടെ കൂടെ പണക്കാരാ. വിദേശത്ത് പോകുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ ഒപ്പം പോകുന്ന പത്രപ്രവർത്തകരോ അവർക്കൊന്നും അനുമതിയില്ല. കോടീശ്വരന്മാർ മാത്രം. കോടീശ്വരന്മാരെ വെച്ച് പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ തൊള്ളയിൽ ഒരു ടി വിയിലൊരു പാട്ട് വെച്ച് കൊടുത്താൽ അവരതിന് മയങ്ങി വീണു. അത് പണ്ടത്തെ ഇന്ത്യ. കാലം മാറി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ അവസാനത്തിന് തുടക്കമായി കഴിഞ്ഞു. ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരം വന്നു. ആ സമരത്തോടൊപ്പം കോൺഗ്രസ് ചേർന്നു. കോൺഗ്രസിൻ്റെ ഒപ്പം ഇന്ത്യ മുന്നണി എല്ലാവരും ചേർന്നു. ഭയാനകമായിട്ടുള്ളതെന്ന് പറയാം, ടെറിബിളായിട്ടുള്ള സമരം ഇപ്പോൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് സമരം അവസാനിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ വേറെയുണ്ട്. മാപ്പ് പറയാതെ. കാരണം ഇനി ഇവിടെ ഡു ഓർ ഡൈ ആണ്. ഒന്നിലും BJP മരിക്കണം, അല്ലെങ്കിൽ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ കോൺഗ്രസും CJPയും പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മരിക്കണം. അതില്ലാതാകണം. ആയതുകൊണ്ട് തന്നെ ഈ കയറി വലിയ മത്സരത്തിൽ ഒരു പക്ഷം തോറ്റേ മതിയാവും. ആ പക്ഷം BJP തന്നെയായിരിക്കും എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടല്ല. കാരണം അത്രമാത്രം അഹങ്കാരം അവർ കാണിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള സമുദായങ്ങളെ തളർത്തുക. ഹിന്ദു സമുദായത്തിനകത്ത് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെയൊന്നും ഇവർ കണക്കിൽപ്പെടുത്തിയിട്ടില്ല. അവർ കടലാസ് എഴുതുമ്പോൾ HINDU എന്ന് എഴുതും. പക്ഷെ കറുത്തവർ, വേറെ ഉയരം കുറഞ്ഞവർ, കാട്ടിൽ വസിക്കുന്നവർ, മറ്റേ അഴുക്കുചാലുകളുടെ നമ്മുടെ ബോംബെയിലേക്കും പോയി കഴിഞ്ഞാൽ ട്രെയിൻ വരുന്നതിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ചെറിയൊരു സ്ഥലം ഇങ്ങനെ വളച്ചിട്ട് അതിൻ്റെ അടിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും രാത്രി കിടക്കുന്ന സമയത്ത് അറിയാണ്ട് എന്ന് കയ്യൊന്ന് കാണിച്ചാൽ കൈൻ്റെ ഒടിക്ക് പോകും, ചിലപ്പോൾ തലയും പോകും. അങ്ങനെയുള്ള ആൾക്കാർ പോലുണ്ട്. അവരൊന്നും ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. ഇവരെ സംബന്ധിച്ച് കുറച്ച് ക്രീം ലെയേഴ്സ് അവർ മാത്രം മതി. നരേന്ദ്രമോദി, നിങ്ങളല്ലാതായിട്ട് മാറി. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു യന്ത്രമാണ് വാസ്തവത്തിൽ. നമ്മളുടെ സിനിമയിൽ വന്ന പോലെ യന്ത്രൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, നമ്മളുടെ രജനീകാന്ത്, അങ്ങനെയൊക്കെയായിട്ട് അങ്ങനെയുടെ യാതൊരു വിധത്തിൽ. കാരണം അങ്ങനെ ചിട്ടി എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഒരു യന്ത്രമാണ്. പുറയിൽ നിൽക്കുന്നവർ നിയന്ത്രിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്ന RSS ആണ്. RSSന് 100 വർഷമായിട്ട് മാറാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? VD സവർക്കറുടെ ചില ബോധങ്ങൾ, ആ ബോധത്തിനനുസരിച്ച് ഇന്ത്യയെ മാറ്റിയെടുക്കുന്ന അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ഇന്നത് അങ്ങനെയാണോ? കാലം മാറിയില്ലേ? എത്രമാത്രം കോലം ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും കോലം മാറി. എന്നും ഈ രാജ്യത്ത് ഈ പറയുന്ന മറ്റേ ഇന്ത്യ മഹാരാജ്യത്തിൽ അവർ പാടില്ല, ഞങ്ങളെ പാടുള്ളൂ, ഇവർ പാടില്ല, ഇവരെ പാടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ തരം തിരിക്കുന്ന ആ ഒരു സംവിധാനമുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് വാസ്തവത്തിൽ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആന്തരിക ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ദളിതന്മാരാണ് എന്നൊക്കെയും പറഞ്ഞ് പരത്തിയതൊക്കെയും അതൊക്കെ നിങ്ങൾ ആ പേജ് കീറിക്കളഞ്ഞ് റീപ്രിൻ്റ് ചെയ്യണമായിരുന്നു. ഇന്നും നിങ്ങളത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിവിടുത്തെ ചില ആൾക്കാരുടെ, ചില തീവ്ര ഹിന്ദുത്വവാദികളുടെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തുടങ്ങുന്നു തെറ്റ്. നിങ്ങളുടെ മക്കളായിട്ട് കാണുന്നവരെ അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. ഏതെങ്കിലും വിധത്തിൽ അകന്ന് നിൽക്കുന്നവരെ അടുപ്പിച്ച് അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതിന് നിങ്ങൾ കഴിയാതെ വന്നു. ഇങ്ങനെ ഇരിക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെയാക്കി മാറ്റി. അതാണ് നിങ്ങൾ ചെയ്തത്. മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ നിങ്ങൾ മതസ്പർദ്ധ, മതങ്ങൾക്ക് തമ്മിൽ, അനുയായികൾക്ക് തമ്മിൽ മുഖം നോക്കാൻ പറ്റാത്തൊരവസ്ഥകൾ സൃഷ്ടിച്ചു വെച്ചില്ലേ? നരേന്ദ്രമോദി, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു. നിങ്ങളത് അനുഭവിച്ചേ മതിയാകൂ. ഒരു കാഫറിൻ്റെ വേഷവും കെട്ടിയിട്ട്, കാഫറല്ല എന്തായാലും പറയാം, ഒരു സാധുവിൻ്റെ വേഷവും കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. ഓരോന്നായിട്ട് ഈ സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ചർച്ചയാകാം, എവിടെ വെച്ച് വേണേയാവാം, റോട്ടിൽ വെച്ച് വേണേയാകാം, സമരസ്ഥലത്ത് വെച്ച് വേണേയാകാം. ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ചർച്ച വേണ്ട, മാപ്പ് പറയണമെന്നാണ് പറയണത്. അത് ഞങ്ങൾക്ക് പറ്റില്ല, നാളെ പറയും, മാപ്പ് പറയാം. അപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് തെമ്മാടത്തങ്ങൾ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും. ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന
ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന ആളുകൾ എന്തിനാണ് നിങ്ങൾ അവിടെ ബാരിക്കേഡൊക്കെ കെട്ടി തടഞ്ഞത്? അവർ ഗാന്ധി സ്മൃതിയിൽ പ്രാർത്ഥിക്കാനാണ് പോയത്. ഈ സമരത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലോ പോയത്, ആയുധധാരികളായിട്ടല്ലോ പോയത്. പറയാൻ കുറേയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തെറ്റുകളാണ് നരേന്ദ്രമോദി. ആയതുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഇറങ്ങിപ്പോ. അതല്ലെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ കുട്ടികൾ, ഇന്നത്തെ സാഹചര്യം ഇതുപോലെ തുടരുകയാണെങ്കിൽ ഇന്ന് ഈ കുട്ടികൾ, ജെൻസി, പുതുതലമുറ നിങ്ങളെ പിടിച്ചിറക്കും അധികം താമസിയാതെ. നമസ്കാരം.